സ്റ്റാലിൻ സെൻറ് ജോർജ് ഫോർട്ടിലിരിക്കില്ല. സ്റ്റാലിൻ തിരുവനന്തപുരത്ത് ശ്രീ പിണറായി വിജയന്റെ മുമ്പ് കാലിൽ വന്ന് വീഴും. ഞങ്ങൾക്ക് ഏതു വിധേനെങ്കിലും വെള്ളം തരണം എന്ന് പറഞ്ഞു. 130 വർഷം ആയ ഒരു ഡാം നിലനിൽക്കണമെന്ന് അവർ പറയത്തില്ല. ഇമ്മീഡിയറ്റ് ഡീകമ്മീഷനെ പറയുള്ളൂ. അതാണ് എൻ്റെ ലക്ഷ്യം. ശരിക്കും പറഞ്ഞാൽ ഒരു ഡാം ഒരിക്കലും റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല, വെള്ളത്തിൽ നിൽക്കുന്ന ഒരു സാധനം. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടാണ് പറയണത് ഡാം സ്ട്രെങ്തൻ ചെയ്തു എന്ന്. ഒരു ജഡ്ജി അടക്കം പറഞ്ഞില്ലേ, 1000 കൊല്ലം നിൽക്കാൻ പാകത്തിന് ശക്തിപ്പെടുത്തി വെച്ചിരിക്കുകയാണെന്ന് വെള്ളത്തിൽ. അപ്പോൾ നമുക്കത് മനസ്സിലാക്കണ്ടേ? ഈ 1000 കൊല്ലം നിൽക്കാൻ പാകത്തിന് ശക്തിപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യമാവണ്ടേ? ഇങ്ങനെ ഒരു ജഡ്ജ്, ഒരു എൻജിനീയറിംഗ് ഒന്നും അറിയാത്ത ഒരു ജഡ്ജ് പറഞ്ഞാൽ മതിയോ? നമുക്ക് മനസ്സിലാവണ്ടേ? അതിനാണ് ഞാൻ സുപ്രീം കോടതി പറഞ്ഞത് ഇൻ്റർനാഷണൽ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിച്ച് അതിൻ്റെ ഡേറ്റ് ഓഫ് ഡീകമ്മീഷനിങ് ഫിക്സ് ചെയ്യണം. സിമ്പിളാണ്, ഒരു ഗഹനമായ നിയമപ്രശ്നങ്ങളൊന്നുമില്ല, സിമ്പിൾ ലോജിക്കാണ്. ഇൻ്റർനാഷണൽ റിലയബിലിറ്റി സയൻസ് എന്ന് പറഞ്ഞാൽ എന്തും എത്ര നാൾ നമുക്ക് ആശ്രയിക്കാം, റിലൈ ചെയ്യാം എന്ന് പറഞ്ഞു തരാൻ കഴിവുള്ള ശാസ്ത്രമാണ് റിലയബിലിറ്റി സയൻസ്. ഇപ്പം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ആർട്ടിഫിഷ്യൽ ഹാർട്ട് വരെ വെക്കുന്നുണ്ട്, പേസ് മേക്കർ വെക്കുന്നുണ്ട്, പലതും വെക്കുന്നുണ്ട്. അതൊക്കെ ഹൗ ലോങ് ഇറ്റ് ഈസ് റിലയബിൾ ടു ദ ബോഡി എന്നുള്ളത് പറയേണ്ടത് അവരാണ്. അതുപോലെ ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് റാഫേൽ എയർക്രാഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. അത് എത്ര നാൾ റിലയബിളാണ് ഇന്ത്യൻ എയർഫോഴ്സ് എന്ന് പറയേണ്ടത് അവരാണ്. ഒരു ഡാം സ്ട്രക്ചർ, ഒരു സിമെൻറ്റ് സ്ട്രക്ചർ, എന്തിന് ഏറെ പറയുന്നു, നിങ്ങളുടെ ഈ ക്യാമറ പോലും എത്ര നാൾ ഇത് റിലയബിളാണെന്ന് ആധികാരികമായി പറയാൻ കഴിയുന്നത് റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾക്കാണ്. അപ്പോൾ അത് ഇന്ത്യയിലില്ല. അതുകൊണ്ട് ഞാൻ അമേരിക്കയിലെ ഒന്നും കാനഡയിലെ 2 ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അഡ്രസ്സ് കളക്ട് ചെയ്തിട്ട് സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോൾ റിലയബിലിറ്റി സയൻസ് പ്രകാരം ഒരു ഡാമിൻ്റെ മാക്സിമം ലൈഫ് എന്ന് പറഞ്ഞാൽ 40 ഇയേഴ്സാണ്. അതുകൊണ്ട് റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കണം എന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റെ അപകടം ബന്ധപ്പെട്ടവർ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം 130 വർഷം ആയ ഒരു ഡാം നിലനിൽക്കണമെന്ന് അവർ പറയത്തില്ല, ഇമ്മീഡിയറ്റ് ഡീകമ്മീഷനെ പറയുള്ളൂ. അതാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഞാൻ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വരണം എന്ന് പറഞ്ഞത്. അതിന് നിങ്ങൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും എതിർകക്ഷി ഗവൺമെൻറ് ഓഫ് കേരള, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. കേരളത്തിലെ ജനങ്ങൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും അവർ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലേ? അല്ലേ? തീർച്ചയായിട്ടും നമ്മളുടെ ഒരു ഇഷ്യൂ ആണല്ലോ നമ്മുടെ ഗവൺമെൻറ്. പക്ഷേ നാളിതുവരെ ഈ കേസ് ഞാൻ കൊടുക്കുമ്പോൾ, എൻ്റെ ഒരു കേസ് 2017 ഞാൻ ഫയൽ ചെയ്തു. അതിൽ 2 ഉത്തരവുകൾ, ചരിത്രവിധികൾ, ചരിത്രത്തിലാദ്യമായി കേരളത്തിന് അനുകൂലമായ 2 വിധികൾ വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ 2021 ഫയൽ ചെയ്താണ് ഈ കേസ്. ഇപ്പോൾ 3 വർഷമായിട്ട് കേന്ദ്ര സർക്കാരോ കേരള സർക്കാരോ ഇതിനെ പിന്തുണച്ചിട്ടില്ല. ഇപ്പം സുപ്രീം കോടതിയിൽ ഈ കേസിൽ കേരള സർക്കാർ വന്ന് പറയാണ്, ഇൻ്റർനാഷണൽ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല, അതിൻ്റെ നെസസറി എക്സ്പെൻസ് ഗവൺമെൻറ് ഓഫ് കേരള ബെയർ ചെയ്യുന്നതായിരിക്കും. മുല്ലപ്പെരിയാർ കേസ് തീർന്നു. ഇന്ന് ഫയൽ ചെയ്ത നാളെ ഉത്തരവ് വരും, റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കട്ടെ എന്ന്. അവർ വരേണ്ട താമസമുള്ളൂ, അവർ പറയും ഇത് ഡീകമ്മീഷൻ ചെയ്യണമെന്ന്. അങ്ങനെ ഒരു കാര്യങ്ങൾ പുരോഗമിച്ച് വന്നാൽ സ്റ്റാലിൻ സെൻറ് ജോർജ് ഫോർട്ടിലിരിക്കില്ല. സ്റ്റാലിൻ തിരുവനന്തപുരത്ത് ശ്രീ പിണറായി വിജയൻ്റെ മുമ്പ് കാലിൽ വന്ന് വീഴും. ഞങ്ങൾക്ക് ഏതു വിധേനെങ്കിലും വെള്ളം തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനുള്ള സാഹചര്യം കേരള ഗവൺമെൻറ് കേസ് നടത്തിയില്ല. എത്രയോ വർഷം കേരള ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേസ് കൊടുത്തു. എല്ലാം തോറ്റില്ലേ? അവർക്ക് വിജയിക്കാനുള്ള ഒരു അവസരം ഈ നാട്ടിലെ ഒരു പൗരൻ സൃഷ്ടിച്ചു കൊടുത്തിട്ട് അവർ 3 വർഷമായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം കണ്ടതായി പോലും ഭാവിക്കുന്നില്ല. അപ്പോൾ എന്നെ കേൾക്കുന്ന ജിഞ്ചർ മീഡിയയുടെ പ്രേക്ഷകരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ പന്ത് നിങ്ങളുടെ കോർട്ടിലാണ്. സർക്കാരെന്ന് പറയുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്ത MLA-മാരും MP-മാരുമാണ്. നിങ്ങൾ ചോദിക്കണം അവരോട്, എന്തുകൊണ്ട്
ഈ അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ കേസിനെ സുപ്രീം കോടതിയിൽ കേരള സർക്കാർ പിന്തുണയ്ക്കുന്നില്ല, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പിന്തുണയ്ക്കുന്നില്ല. നിങ്ങൾ ചോദിക്കണം. നിങ്ങൾ വീടുകളിൽ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു ബോർഡ് എഴുതി വയ്ക്കാം. ഒരു 100 രൂപ കൊടുത്ത് ഒരു തുണി വാങ്ങി എഴുതി വെച്ചാൽ മതി, കേന്ദ്ര കേരള സർക്കാരുകൾ അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ സുപ്രീം കോടതിയിലുള്ള മുല്ലപ്പെരിയാർ കേസിനെ പിന്തുണയ്ക്കുക. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു മിനിമം കാര്യമാണ്. എന്നെ കേൾക്കുന്ന ജിഞ്ചർ മീഡിയയുടെ പ്രേക്ഷകർ അതാണ് ചെയ്യേണ്ടത്. എല്ലാ വീടുകളിലും ജംഗ്ഷനുകളിലും ഇത് എഴുതി വെക്കണം. കാരണം എന്താ, ഇത് നമ്മുടെ ജീവൻ്റെ പ്രശ്നമാണ്. റസൽ ജോയി കൊടുത്തോ അല്ലെങ്കിൽ വേറൊരു വ്യക്തി കൊടുത്തോ ആ വ്യക്തിക്കൊന്നും ഇവിടെ ഒരു പ്രസക്തിയുമില്ല. നമുക്ക് മുമ്പിൽ ഇതിന് പരിഹാരത്തിന് ഏകമാർഗം ഇതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ അതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കുക. നിങ്ങളുടെ വീട്ടുമുറ്റത്തും കവലകളിലുമൊക്കെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ അഡ്വക്കേറ്റ് റസൽ ജോയി കൊടുത്ത കേസിനെ കേന്ദ്ര കേരള സർക്കാരുകൾ പിന്തുണയ്ക്കുക എന്ന് എഴുതി വയ്ക്കുക. അത്രയെങ്കിലും നിങ്ങൾ ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ